ISROയുടെ പോയം 4 എന്ന സ്പേസ് മിഷനിൽ ബഹിരാകാശത്തേക്ക് അയക്കപ്പെട്ട പയർ വിത്ത് മുളച്ചു എന്ന വാർത്ത പത്രങ്ങളിൽ വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ, അതാണ് പോയം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. 2004 ഡിസംബറിലാണ് നമ്മൾ ഈ വാർത്ത കേട്ടത്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ ആദ്യമായാണ് ഇത്തരമൊരു പരീക്ഷണം നടത്തുന്നത്. അത് വിജയമായത് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പര്യവേഷണ രംഗത്ത് വമ്പൻ കുതിച്ചുചാട്ടവുമാണ്. ഇപ്പൊ ഇതാ അടുത്ത വാർത്ത വരികയാണ്. ഉടനെ തന്നെ ISRO പൂവീച്ചകളെ ബഹിരാകാശത്തേക്ക് അയച്ച് പഠനത്തിനൊരുങ്ങുന്നു. പൂവീച്ചകളെ നിങ്ങൾ അറിയും, അടുക്കളയിൽ പഴങ്ങളിലും മറ്റും വന്നിരിക്കുന്ന ചെറിയ ഈച്ചകൾ, പഴയ ഈച്ച എന്നും പറയാറുണ്ട്. ഡ്രോസോഫില മെലനോഗാസ്റ്റർ എന്നാണ് ഈ കുഞ്ഞു ഈച്ചയുടെ ശാസ്ത്രനാമം. ബഹിരാകാശത്ത് പയർവിത്ത് കൊണ്ടുപോയി മുളപ്പിക്കുക, അതുപോലെ പൂവീച്ചകളെ അല്ലെങ്കിൽ പഴയ ഈച്ചകളെ ബഹിരാകാശത്ത് കൊണ്ടുപോയി പഠിക്കുക, ഇത്തരം പരീക്ഷണങ്ങളുടെയും പഠനങ്ങളുടെയും ഒക്കെ ആവശ്യകത എന്താണ് എന്നതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9 മാസം നീണ്ട ബഹിരാകാശ ജീവിതം അവസാനിപ്പിച്ച് സുനിത വില്യംസും ബുച്ച് വിൽമോറും തിരികെ ഭൂമിയിലേക്ക് എത്താനൊരുങ്ങുന്ന വാർത്തയാണ് നമ്മൾ ഈ ദിവസങ്ങളിലായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ശുഭകരമായ വാർത്തയാണ്. 9 മാസത്തെ അനിശ്ചിതത്വത്തിന് ശേഷമാണ് ഇരുവരും ഭൂമിയിലേക്ക് എത്താൻ ഒരുങ്ങുന്നത്. എന്നാൽ ഈ വാർത്തയോടൊപ്പം നമ്മൾ സംസാരിക്കുന്ന മറ്റൊരു വിഷയം കൂടി, സുനിത വില്യംസും ബുച്ച് വിൽമോറും അനുഭവിക്കാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. മനുഷ്യൻ ബഹിരാകാശത്ത് പോകാൻ തുടങ്ങിയ നാൾ മുതൽ ബഹിരാകാശ സഞ്ചാരികൾ അനുഭവിക്കുന്ന നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ. നമ്മൾ സാധാരണ ഒരാൾക്ക്, എനിക്കോ നിങ്ങൾക്കോ ഭൂമിയിൽ കിട്ടുന്ന സൗകര്യങ്ങളൊന്നും ബഹിരാകാശത്ത് ഇല്ല എന്ന് ഓർക്കണം. ചുറ്റുപാടും ആൾക്കാരില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമ്മൾ കാണുന്നത് പോലെ ചുറ്റുപാടും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇല്ല, പൂക്കളും പക്ഷികളും നിറങ്ങളും ഇല്ല, വിനോദത്തിനുള്ള ഉപാധികളൊന്നുമില്ല, ഗുരുത്വാകർഷണം തീരെയില്ല. ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ട് ബഹിരാകാശ സഞ്ചാരികൾ അനുഭവിക്കുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും നിരവധിയാണ് എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഉദാഹരണത്തിന് ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുക, രക്തചംക്രമണം അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിൽ നടക്കാതിരിക്കുക, തലകറക്കം, മന്ദത, ദുർബലമായ മസിൽ, അണുബാധ, ഉറക്കമില്ലായ്മ, എല്ലുകൾക്ക് ബലക്ഷയം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ബഹിരാകാശ യാത്രികരെ അലട്ടുന്നുണ്ട്. ബഹിരാകാശ സഞ്ചാരികൾ അനുഭവിക്കുന്ന ഒരു വലിയ ശാരീരിക ആരോഗ്യ പ്രശ്നമാണ് വൃക്കയിലെ കല്ലുകൾ രൂപമെടുക്കൽ, കിഡ്നി സ്റ്റോൺ ഫോർമേഷൻ. അപ്പോളോ 13 ബഹിരാകാശ യാത്രികനായിരുന്ന ഫ്രെഡ് ഹെയ്സ് മുതലിങ്ങോട്ട് നിരവധി ബഹിരാകാശ സഞ്ചാരികൾ ഈ പ്രശ്നം നേരിട്ടിട്ടുണ്ട്. ബഹിരാകാശ സഞ്ചാരികളിൽ കിഡ്നി സ്റ്റോൺ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവാൻ കാരണം സീറോ ഗ്രാവിറ്റിയാണ്. ബഹിരാകാശ യാത്രികരിലെ കിഡ്നി സ്റ്റോണിന് പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യ അല്ലെങ്കിൽ ISRO ഇപ്പോൾ പൂവീച്ചകളെ ബഹിരാകാശത്ത് കൊണ്ടുപോയി പരീക്ഷണം നടത്താൻ ഒരുങ്ങുന്നത്. പൂവീച്ചകളെ ഉപയോഗിച്ച് ഈ പഠനം നടത്തുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് സംസാരിക്കുന്നതിന് മുമ്പ്, എന്തുകൊണ്ട് ബഹിരാകാശ യാത്രകളിൽ കിഡ്നി സ്റ്റോൺ ഇത്ര സാധാരണമാകുന്നു എന്ന് നോക്കാം. ബഹിരാകാശ സഞ്ചാരികൾ എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് മൈക്രോഗ്രാവിറ്റി. മനുഷ്യരടക്കമുള്ള വസ്തുക്കൾക്കെല്ലാം ഭാരം വളരെ കുറഞ്ഞതായി കാണപ്പെടുന്ന അവസ്ഥയാണ് മൈക്രോഗ്രാവിറ്റി. ഗുരുത്വാകർഷണ ബലം തീർത്തും ചെറുതായിരിക്കുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. ഭൂമിയുടെ കേന്ദ്രത്തോടടുത്താണ് ഗ്രാവിറ്റി ഏറ്റവും കൂടുതലെന്നും കേന്ദ്രത്തിൽ നിന്ന് അകന്നു പോകും തോറും, മുകളിലേക്ക് പോകും തോറും ഗുരുത്വബലം കുറയുമെന്നും നമുക്കറിയാം. ശൂന്യാകാശത്തേക്ക് എത്തുമ്പോൾ ഗുരുത്വബലം തീർത്തും കുറവായിരിക്കുകയും ചെയ്യും. ഗ്രാവിറ്റിയാണ് വസ്തുക്കളെല്ലാം അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കാനും കാരണം. ഗ്രാവിറ്റി ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു അപ്പൂപ്പൻ താടി പോലെ പറഞ്ഞായിരിക്കും ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ കാണുന്നതും അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും. ആലോചിക്കുമ്പോൾ നല്ല രസമാണെങ്കിലും ഈ അവസ്ഥ അത്ര സുഖമുള്ള ഏർപ്പാടല്ല. ഒരുപാട് സമയം മൈക്രോഗ്രാവിറ്റിയിൽ തന്നെ തുടർന്നാൽ നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കാൻ തുടങ്ങും. എങ്ങനെയെല്ലാമാണ് ശരീരം മൈക്രോഗ്രാവിറ്റിയോട് പ്രതികരിക്കുക എന്ന് നോക്കാം. ഒരവസ്ഥയാണ് ബോൺ ഡീമിനറലൈസേഷൻ. മൈക്രോഗ്രാവിറ്റിയിൽ അസ്ഥികളിൽ ഡീമിനറലൈസേഷൻ നടക്കുന്നു. ഗുരുത്വബലം ഇല്ലാത്തത് കാരണം അസ്ഥികളിൽ മെക്കാനിക്കൽ മർദ്ദം കുറയും. കാരണം ഭാരമില്ലാത്ത അവസ്ഥയിൽ അസ്ഥികളിൽ മേൽ മർദ്ദമില്ലാത്തതുകൊണ്ട് മെക്കാനിക്കൽ മർദ്ദം കുറയും. ഇത് ബോൺ ടിഷ്യൂ തകരുന്നതിനും ആ ഒരു സ്ട്രക്ചറൽ ഫോർമേഷൻ്റെ അഭാവം മൂലം കാൽഷ്യം മിനറൽസ് അസ്ഥിയിൽ നിന്ന് പുറത്തു വരാനും തുടങ്ങും. ഓസ്റ്റിയോക്ലാസ്റ്റ് എന്നാണ് ഈ അവസ്ഥ അറിയപ്പെടുന്നത്. രക്തത്തിൽ കലരുന്ന ഈ അധിക കാൽഷ്യം മൂത്രത്തിലൂടെ ശരീരം പുറന്തള്ളാൻ ശ്രമിക്കും. ഇത് കിഡ്നിയിൽ കാൽഷ്യം പരലുകൾ രൂപപ്പെടാനും അത് ക്രമേണ കല്ലുകളായി തീരാനും ഇടയാക്കും. മൈക്രോഗ്രാവിറ്റിയോട് ശരീരം പ്രതികരിക്കുന്ന മറ്റൊരു വിധമാണ് നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയുന്നതാണ് ബഹിരാകാശ യാത്രികർക്ക് നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ നടക്കാൻ കാരണം. ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് രക്തചംക്രമണം അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായി നടക്കുകയില്ല. ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് തലയുടെ ഭാഗത്തേക്കായിരിക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ ഉണ്ടാവുക.
ചുരുക്കത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ എമ്പാടും കൃത്യമായ രീതിയിൽ നടക്കുകയില്ല എന്നർത്ഥം. രക്തം ഉൾപ്പെടെയുള്ള ശാരീരിക ദ്രവങ്ങൾ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് നീങ്ങുന്നത് ശരീരത്തിൽ അധിക ജലം ഉണ്ട് എന്ന് തലച്ചോറിനെ തെറ്റിദ്ധരിപ്പിക്കും. അധിക ജലമുണ്ട് എങ്കിൽ പിന്നീട് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല, അതായത് ദാഹം തോന്നുകയില്ല. ദാഹം തോന്നാതിരിക്കുമ്പോൾ വെള്ളം കുടിക്കുകയില്ല എന്ന് മാത്രമല്ല, ശരീരത്തിൽ അമിതമായ അളവിൽ വെള്ളം ഉണ്ട് അല്ലെങ്കിൽ ദ്രാവകം ഉണ്ട് എന്ന് തോന്നുമ്പോൾ ആ അമിത ദ്രാവകം മൂത്രത്തിലൂടെ പുറന്തള്ളാനും ശരീരം ശ്രമിക്കും. ഇത് കൂടുതൽ സാന്ദ്രതയുള്ള മൂത്രം ഉൽപ്പാദിപ്പിക്കാനും അതുവഴി കിഡ്നി സ്റ്റോണുകൾ ഉണ്ടാവാനും കാരണമാകും. മൈക്രോഗ്രാവിറ്റി ശരീരത്തിൽ ദ്രാവകത്തിന്റെ ഒഴുക്കിനെ ബാധിക്കുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ശരീരത്തിന്റെ മുകൾ ഭാഗത്തായിരിക്കും കൂടുതൽ ദ്രാവകങ്ങൾ ഉണ്ടാവുക. ഇത് മൂത്രത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിനെ മന്ദീഭവിപ്പിക്കുന്നു. ചുരുക്കത്തിൽ മൂത്രം ഉണ്ടാവുമെങ്കിലും അത് പുറത്തു പോകാനുള്ള താമസം കാരണം അതും വൃക്കയിൽ കല്ലുണ്ടാവാൻ കാരണമാകും. ദീർഘനാൾ കേടുകൂടാതിരിക്കാൻ പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഭക്ഷണമായിരിക്കും ബഹിരാകാശ യാത്രയിൽ കൊണ്ടുപോകുന്നത്. ഇതിൽ സോഡിയത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കുകയും ചെയ്യും. ഇത്തരം ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതും വൃക്കയിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് കൂടുതലുണ്ടാവാനും കിഡ്നി സ്റ്റോൺ ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യും. ബഹിരാകാശ യാത്രികർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് യൂറിനറി സ്റ്റാസിസ് അല്ലെങ്കിൽ മൂത്രസ്തംഭനം. ഗ്രാവിറ്റി ഇല്ലാത്തത് കാരണം വൃക്കകളിൽ നിന്നും കാര്യക്ഷമമായി മൂത്രം പുറത്തേക്ക് ഒഴുകിപ്പോവുകയില്ല. ഇതും വൃക്കയിൽ ക്രിസ്റ്റൽ ഫോർമേഷൻ ഉണ്ടാവുകയും ക്രമേണ അത് കിഡ്നി സ്റ്റോണായി മാറുകയും ചെയ്യും. മൈക്രോഗ്രാവിറ്റിയിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിനെ പറ്റി നാസ പതിറ്റാണ്ടുകളായി പഠിച്ചു വരികയാണ്. ശരീരത്തിൽ ജലാംശം വർദ്ധിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ, ഭക്ഷണത്തിലെ മാറ്റം, മരുന്നുകൾ തുടങ്ങി വിവിധ പ്രതിരോധ വഴികൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ചില ബഹിരാകാശ യാത്രികർക്ക് ദൗത്യത്തിന് ശേഷം വൃക്കയിൽ കല്ലുകൾ ഉണ്ടായതായി പഠന റിപ്പോർട്ടുകളുമുണ്ട്. ഇത് ബഹിരാകാശ യാത്രികരിലെ കാൽസ്യം മെറ്റബോളിസത്തെക്കുറിച്ചും ബഹിരാകാശത്തായിരിക്കുമ്പോൾ മൂത്രത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും പഠിക്കാനും ഗവേഷണം നടത്താനും ഇടയാക്കി. നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ബോൺ ഡീമിനറലൈസേഷൻ, കാൽഷ്യം മെറ്റബോളിസം, വൃക്കയിലെ കല്ല് എന്നിവയിൽ നിരവധി ബഹിരാകാശ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും മിക്കതും മനുഷ്യരിലോ അല്ലെങ്കിൽ എലികളിലോ ആയിരുന്നു. ബഹിരാകാശ സഞ്ചാരികളിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിനുള്ള ഗവേഷണത്തിൽ ഡ്രോസോഫില എന്ന ഈച്ചയെ ഉൾപ്പെടുത്തി ISROയുടെ പഠനം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബഹിരാകാശ യാത്രികരിലെ കിഡ്നി സ്റ്റോൺ ഫോർമേഷനിൽ ഡ്രോസോഫിലയെ ഉപയോഗിച്ചുള്ള പഠനം പ്രധാനമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡ്രോസോഫില എന്ന ഈച്ചയ്ക്ക് മനുഷ്യരുമായി നിരവധി ജനറ്റിക് സിമിലാരിറ്റി, ജനിതക സമാനതകൾ ഉണ്ട് എന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാരണം. ഈ പ്രത്യേകത കാരണം ഡ്രോസോഫില ജനറ്റിക് ബയോമെഡിക്കൽ ഗവേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡൽ ജീവിയായി മാറുകയാണ്. എന്തെല്ലാമാണ് ഡ്രോസോഫിലയ്ക്ക് മനുഷ്യനുമായിട്ടുള്ള ജനിതക സമാനതകൾ? ഒന്നാമത്തെ പോയിന്റായിട്ട് മനുഷ്യരോഗവുമായി ബന്ധപ്പെട്ട 60% മുതൽ 77% ജീനുകൾക്കും ഡ്രോസോഫിലയിൽ ഒരു കൗണ്ടർ പാർട്ടുണ്ട്. ഉദാഹരണത്തിന് സെൽ ഡിവിഷനും സെൽ ഗ്രോത്തും നിയന്ത്രിക്കുന്ന പാത്വേ മനുഷ്യരിലും പൂവീച്ചകളിലും ഒന്നു തന്നെയാണ്. ശരീരകോശങ്ങളിൽ ഒരു പ്രത്യേക ഫംഗ്ഷൻ നടക്കാൻ പരസ്പര ബന്ധമുള്ള നിരവധിയായ മോളിക്കുലർ ഇവന്റുകൾ നടക്കേണ്ടതുണ്ട്. ഇതിനെയാണ് പാത്വേ എന്ന് വിളിക്കുക. ഈ പാത്വേയിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ ക്യാൻസറിന് കാരണമാവും. ഗാർഡിയൻ ജീനോം എന്ന് വിളിക്കപ്പെടുന്ന ജീൻ P53 ഈ രണ്ട് ജീവികളിലുമുണ്ട്. മനുഷ്യരിൽ ക്യാൻസർ വളർച്ച തടയുന്നത് ഈ ജീനിൻ്റെ ജോലിയാണ്. ഇതിൻ്റെ അർത്ഥം ഈ രണ്ട് ജീവികളിലും, മനുഷ്യനിലും പൂവീച്ചകളിലും, നിരവധി ജനിതക പാതകളും ജൈവ പ്രക്രിയകളും സമാനമാണ് അല്ലെങ്കിൽ ഒരുപോലെയാണ്. രണ്ടാമത്തെ പോയിന്റ്, ജീവികളുടെ വളർച്ച, സെൽ ഡിവിഷൻ, രോഗവ്യാപനം എന്നിവയിലെല്ലാം സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തുകയും ചില സിഗ്നലുകൾ കൈമാറുകയും ചെയ്യുന്നുണ്ട്. സെൽ സെൽ കമ്മ്യൂണിക്കേഷൻ, സെൽ സിഗ്നലിംഗ് എന്നെല്ലാമാണ് ഇതറിയപ്പെടുന്നത്. ഇതിന് പല തരത്തിലുള്ള ജീനുകളുണ്ട്. മനുഷ്യരിലും ഡ്രോസോഫിലയിലും ഇതിൻ്റെ പാത്വേ ഒരുപോലെയാണ്. ലളിതമാണെങ്കിലും ഡ്രോസോഫിലകൾക്കും നാഡീവ്യൂഹം, ദഹനവ്യവസ്ഥ, രോഗപ്രതിരോധം എന്നിവയുൾപ്പെടെ മനുഷ്യരുടേതിന് സമാനമായ നിരവധി സംവിധാനങ്ങളുണ്ട്. ഇത് മനുഷ്യരോഗങ്ങളെക്കുറിച്ച് ഈച്ചകളെ ഉപയോഗിച്ച് പഠിക്കാൻ ഗവേഷകരെ സഹായിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ഡ്രോസോഫിലയ്ക്ക് വെറും 4 ക്രോമസോമുകൾ മാത്രമേ ഉള്ളൂ. ഇത് ഡ്രോസോഫിലയെ ഉപയോഗിച്ച് ജനിതക പഠനങ്ങൾ എളുപ്പമാക്കുന്നു എന്നതാണ് നാലാമത്തെ പോയിന്റ്. പാർക്കിൻസൺസ്, അൽസൈമേഴ്സ്, ക്യാൻസർ, പ്രമേഹം തുടങ്ങി നിരവധി രോഗങ്ങൾക്ക് മാതൃകയാക്കാൻ ഡ്രോസോഫിലയെ ഉപയോഗിക്കാം. ക്യാൻസറിൻ്റെ കാര്യം നമ്മൾ മുന്നേ പറഞ്ഞത് ഓർക്കുമല്ലോ. മറ്റു രോഗങ്ങളിലേക്ക് നയിക്കുന്ന ജനിതക പാത്വേ മനുഷ്യരിലും ഡ്രോസോഫിലയിലും സമാനമാണ് എന്നത് ഇത്തരം രോഗങ്ങളുടെ ജനിതക തന്മാത്ര സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്നു.
ആറാമത്തെ പോയിന്റ്, എലികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡ്രോസോഫിലകൾക്ക് ചെറിയ ജീവിതകാലമാണ്. പൂവീച്ചകളുടെ അല്ലെങ്കിൽ ഡ്രോസോഫിലയുടെ ജീവിതചക്രം ഏകദേശം 10 ദിവസം മാത്രമാണ്. പൂവീച്ചകളുടെ ഈ ചെറിയ ജീവിതചക്രം പെട്ടെന്നുള്ള ജനിതക പഠനങ്ങൾക്കും വലിയ തോതിലുള്ള പരിശോധനകൾക്കും സഹായകമാണ്. ഇത് ഗവേഷണം വേഗത്തിലാക്കാനും സഹായിക്കും. മനുഷ്യരിലും പൂവീച്ചകളിലും കാണുന്ന ജനിതകപരമായ ഈ സമാനതകൾ കാരണം ജനിതക ശാസ്ത്രം, മനുഷ്യനിലെ ജനിതക രോഗങ്ങൾ എന്നിവ പഠിക്കുന്നതിനുള്ള ശക്തമായ ഉപകരണമാണ് ഡ്രോസോഫില. ബഹിരാകാശ യാത്രികരിൽ കിഡ്നി സ്റ്റോൺ രൂപപ്പെടുന്നതിനെക്കുറിച്ച് ISRO ഡ്രോസോഫില ഉപയോഗിച്ച് പഠിക്കാൻ പോകുന്ന ഈ പരീക്ഷണം ബഹിരാകാശ ജൈവശാസ്ത്രത്തിലെ ഒരു സുപ്രധാന ചുവടുവയ്പ് തന്നെയാണ്. ശൂന്യാകാശ യാത്രികരിലെ കിഡ്നി സ്റ്റോൺ രൂപപ്പെടലിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നിരവധി വേറെ ഉണ്ട് എങ്കിലും മൈക്രോഗ്രാവിറ്റിയിൽ ഡ്രോസോഫിലയെ ഉപയോഗിച്ച് വൃക്കയിലെ കല്ല് രൂപപ്പെടുന്നതിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ആദ്യ പഠനങ്ങളിൽ ഒന്നായിരിക്കാം ISROയുടേത്. ഈ ഗവേഷണം ഭാവിയിൽ നടക്കാൻ പോകുന്ന ബഹിരാകാശ ദൗത്യങ്ങളിൽ യാത്രികരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് മാത്രമല്ല, കിഡ്നി സ്റ്റോൺ രൂപപ്പെടുന്നതിൽ ഭൂമിയിലെ ആൾക്കാർക്കുള്ള ചികിത്സയിലും വിലപ്പെട്ട അറിവാണ് നൽകാൻ പോകുന്നത്. ISROയുടെ ഈ സംരംഭം സ്പേസ് മെഡിസിൻസ് മേഖലയിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുകയും മനുഷ്യ ബഹിരാകാശ പര്യവേഷണത്തിൽ ഭാവിയിലെ പുതുമകൾക്ക് വഴിവെക്കുകയും ചെയ്യുമെന്ന് ഉറപ്പായിട്ടും പറയാം. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.